وعلى آله وصحبه أجمعين. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദുകളെ, മറ്റു മാതാപിതാക്കളെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ നബിദിന വേളയിൽ ആരംഭപ്പോ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നാം പഠിക്കേണ്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദ് നബി ആരാണെന്ന് കാലഘട്ടത്തിലെ ന്യൂജൻ ചെറുപ്പക്കാരോടോ ചെറുപ്പക്കാരികളോടോ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അവർ നമുക്ക് അതിന് മറുപടി തരും. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ അന്ത്യപ്രവാചകനാണ്. അവർക്ക് അത്രമാത്രം അറിയാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് ആർക്ക് വേണ്ടിയാണ് ജീവിച്ചതും എന്തിനാണ് ജീവിച്ചതെന്നും എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഇതൊന്നും അവർക്ക് മുഹമ്മദ് നബിയെ പറ്റി അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ അന്ത്യപ്രവാചകനാണ്, അത്രമാത്രം അവർക്കറിയാം. പ്രിയമുള്ളവർ, ഇത് മാത്രം അറിഞ്ഞുകൊണ്ട് നാം എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഉമ്മത്തിയാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ ഈ ഭൂമി ലോകത്ത് ആർക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നതെന്നറിയോ? മഹദി ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ഓ ആയിഷ, ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉമ്മത്തിന് വേണ്ടിയാണ്. ഞാൻ ഖബറിൽ ജീവിക്കുന്നതും എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ്. ഞാൻ ആഖിറത്തിൽ ജീവിക്കുന്നതും എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. ഓ നബിയേ, നാം താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരും, അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് തിരിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഓരോ ഉമ്മത്തികളും ചെവി കൂർപ്പിച്ചു വെച്ച് കേൾക്കേണ്ട ഒരു വാക്കാണെന്ന് നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, എനിക്ക് തൃപ്തിയാവുകയില്ല. വിഷമത്തോടാണ് പറയുന്നത്, എനിക്ക് തൃപ്തിയാവുകയില്ല. എന്റെ ഉമ്മത്തികൾ നിന്ന് ആരെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവുകയില്ല എന്ന് ആരംഭപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കേണ്ടവരാണ് ആരംഭപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ കടത്തിയതിനു ശേഷം, എല്ലാ ഉമ്മത്തികളെയും സ്വർഗ്ഗത്തിലാക്കിയതിനു ശേഷം അവസാനമാണ് നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ കയറുക. പ്രിയമുള്ളവരെ, നിമിത്തം ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നുണ്ട്, യാ സഹാബ, ജനങ്ങളെല്ലാം എല്ലാ നബിമാരുടെ അടുക്കലും പോകും. എല്ലാ നബിമാരുടെ അടുക്കൽ പോയിട്ട് പറയുമോ, നബിമാരെ, നമ്മളെ സ്വർഗ്ഗത്തിലാക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ? എല്ലാ നബിമാരും ആഖിറത്തിൽ വെച്ച് പറയും, ഓ, നമുക്ക് സമയമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം, അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിലാക്കുമോ നരകത്തിലാക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ എല്ലാവരും പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ചേർത്ത് നിർത്തും. എന്നിട്ട് അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ഒരു നബിയും പറയാത്ത വചനം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഉമ്മത്തിന് വേണ്ടി മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ നബി തങ്ങൾ ഇത്രയും നമ്മെ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയാണ് സ്നേഹം തിരിച്ചു കാണിക്കുന്നത്? നബി തങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ സഹാബാക്കളുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾക്ക് ഈ ഭൂമി ലോകത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അഥവാ ഇക്കാലത്ത് നമ്മൾ ചങ്ക എന്ന് പറയുന്ന അത്രയ്ക്കും ചങ്കായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഒരു ദിവസം ഈ സ്നേഹം പെരുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സ്നേഹം മുഹമ്മദ് നബിയോട്. മുഹമ്മദ് നബി അങ്ങോട്ട് പറഞ്ഞു, അബൂബക്കറെ, നിനക്ക് ഞാൻ എന്റെ യഥാർത്ഥ രൂപം കാണിച്ചു തരട്ടെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി, അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് മനുഷ്യനല്ലേ, അങ്ങേക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്നെ ഈ ലോകത്ത് ആരും ഇതുവരെയും കണ്ടിട്ടില്ല. എന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ ഈ അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച, അല്ലാഹു ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ റൂഹിനെയാണ്, എന്റെ നൂറിനെയാണ്, എന്റെ പ്രകാശത്തെയാണ്. ആ പ്രകാശത്തെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ, ആ പ്രകാശം സ്വന്തം ചങ്കിന് അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു. ഇന്നേ വരെ ആരും അത് കണ്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രംഗം കണ്ട് അത്ഭുതപ്പെട്ടു പോയി, ബോധം കെട്ട് വീണു. കാരണം ഇത് പ്രകാശം മുഹമ്മദ് നബി തങ്ങളുടേതാണ്. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നബി തങ്ങളുടെ മരണസമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ടായിരുന്നു, ചങ്ക് തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷേ നബി തങ്ങളെ വിളിച്ചത് ആരെയെന്നറിയോ? മരണസമയം വേദന കൊണ്ട് നിറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് യാ അബൂബക്കർ, യാ അബൂബക്കർ എന്നല്ലേ വിളിച്ചത്. യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി എന്നാണ് വിളിച്ചത്. കാരണം ഉമ്മത്തിനെ അവിടെയും മറന്നിട്ടില്ല. ഉമ്മത്തിനെ മറന്നുള്ള ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടന്നു പോയിട്ടില്ല. കാരണം നബി തങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഉമ്മത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, എത്രയോ നബിദിനം നമ്മളിലേക്ക് കടന്നുപോയി. നമ്മൾ കൊടികൾ ഉയർത്തി, തോരണങ്ങൾ കെട്ടിപ്പൊക്കി, ലൈറ്റുകൾ വാരിവിതറി ഇവിടെ ഇന്നുമല്ല സ്നേഹമിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹം കാണിച്ചു കൊടുക്കണം. ഓരോ സുന്നത്തും നബി തങ്ങളുടെ ഓരോ സുന്നത്തും നാം മുറുകെ പിടിക്കണം. നബി തങ്ങൾ പറഞ്ഞില്ലേ, മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന കാലഘട്ടം, ഈ കാലഘട്ടം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവനിക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമാണ്. ഒരൊറ്റ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അവനിക്ക് സ്വർഗമാണ്. അപ്പോൾ 100 രക്തസാക്ഷിയുടെ പ്രതിഫലം നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, നാം നബിയെ സ്നേഹിക്കണം. നാം നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. നാം ഈ ഭൂമി ലോകത്ത് കാണിച്ചു കൂട്ടുന്ന എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങളും നബി തങ്ങൾ ഖബറിൽ കിടന്ന് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന, യാ സഹാബ, എന്റെ ഉമ്മത്തികൾ ചെയ്യുന്ന എല്ലാ നന്മകളും എന്നെ കാണിക്കപ്പെടും. ഞാൻ അത് കണ്ട് വളരെ സന്തോഷിക്കും. എന്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ തിന്മകളും എന്നെ കാണിക്കപ്പെടും. ഞാൻ അത് കണ്ട് വെറുക്കൂല, ഞാൻ അത് കണ്ട് അവരെ കുറ്റപ്പെടുത്തൂല. ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ, അവർ അറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യും. അത്രയ്ക്കും സ്നേഹമായിരുന്ന ഉമ്മത്തിനോട്. പ്രിയമുള്ളവരെ, നാം നബി തങ്ങളെ സ്നേഹിക്കണം. നബി തങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. നബി തങ്ങളുടെ തഅലീമാത്ത് നാം മുറുകെ പിടിക്കണം. ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നബിയുടെ വേള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഏത് മേഖലയിലായാലും എവിടെയായാലും നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. നാം നമുക്ക് തൗഫീഖ് തരട്ടെ. ആര് കണ്ടാലും കാണില്ലെങ്കിലും നമ്മുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. അവനാണ് നമ്മെ വീക്ഷിക്കുന്നത്. അവനേക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, നബി തങ്ങളെ സ്നേഹിക്കുക, നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് അധികരിപ്പിക്കുക. കാരണം നബി തങ്ങൾ നമ്മെ അല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും കാട്ടി നബി തങ്ങളെ ജീവിതത്തിൽ സ്നേഹിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ സ്വന്തം ഉമ്മത്തിനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നബി തങ്ങളുടെ ജീവിതത്തിനേക്കാൾ സ്നേഹിക്കുവാൻ, ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ ജീവിതത്തിനേക്കാൾ സ്നേഹിക്കുവാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുവാക്ക് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.